അപ്പൊ ഞാൻ നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല കയറ്റത്തേക്കാണ് വണ്ടി പോണേ. നല്ല കാലം കൊടുത്തിട്ട് ഞാൻ പോണട്ടാ. കയറ്റ ഫോർച്യൂണർ ഈ വണ്ടിയുടെ ലക്ഷറി ലുക്ക് കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ പ്രൈസിനെ പറ്റി ആലോചിച്ച് പേടിക്കണ്ട. നിങ്ങളുടെ ബഡ്ജറ്റിൽ ഈ വണ്ടി ഒതുങ്ങുന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഈ വണ്ടിയുടെ എക്സാക്ട് പ്രൈസ് പറഞ്ഞുതരാം. വണ്ടിയുടെ കാര്യം പറഞ്ഞേക്കാൻ മുന്നേ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. നമ്മളൊരു ഗിഫ്റ്റ് ഓപ്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വണ്ടിയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ട് അതിന്റെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമന്റും നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിലുണ്ട്. എല്ലാത്തിൻ്റെയും പേര് കാർ ടൈം ബൈ ലാൽ തന്നെയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കമന്റ് ചെയ്തിട്ടുള്ള ഫോളോവിങ് ചെയ്തിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് 1000 രൂപയും, സെക്കൻഡ് സെലക്ട് ചെയ്യുന്ന ആൾക്ക് 500 രൂപയും, തേർഡ് സെലക്ട് ചെയ്യുന്ന ആൾക്ക് 500 രൂപയാണ് നമ്മൾ ഗിഫ്റ്റ് നമ്മൾ തരുന്നത്. വേറെ ഒന്നുമില്ല, നമ്മൾ ഈ വണ്ടി സെയിൽ ചെയ്യണ ദിവസമാണ് കൊടുക്കുക. അപ്പോൾ ഇത് സെയിൽ ചെയ്യണ സമയത്ത് നമുക്കൊരു ഇൻസെൻറ്റീവ് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സാലറി പോലൊരു ഇൻകം കിട്ടുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു പാർട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളിലേക്ക് തരുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇനി വണ്ടിയുടെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ 2016 ആട്ടോ ഇതിൻ്റെ മോഡൽ. ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ ഞാൻ കാണിച്ചതിൻ്റെ പ്രൈസ് പറയാം, ലൊക്കേഷൻ പറയാം, വീഡിയോ മുഴുവനായിട്ട് കാണാം. 2016 മോഡൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് 4 സിലിണ്ടർ 2.8 ആട്ടാ വണ്ടി വരുന്നത്. വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. വണ്ടിയുടെ ബോഡി ഷേപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്രയും പക്ക ഫാമിലി യൂസ്. അവരെ വീട്ടിൽ നിന്ന് ഞാൻ എടുത്ത് കൊണ്ടുവന്നിട്ട് ഈ ഒരു പറമ്പിലിട്ടിട്ടാണ് വണ്ടിയുടെ വീഡിയോ ഷൂട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ വണ്ടിയുടെ ഫുൾ വാക്ക് അറൗണ്ട് വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, എഞ്ചിൻ ബേ ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ കാണാനുള്ളൊരു സൗകര്യം ഞാൻ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിപൊളി ലക്ഷറി ഫീൽ കിട്ടുന്ന ഒരു ഫുഡ് റെസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പാർട്ടി. അപ്പോൾ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ഇൻറ്റീരിയറിലേക്ക് നമുക്ക് കിടക്കാം. ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റ് ഇലക്ട്രിക്കലാണ് വരുന്നത്. ഡോർ സൈഡൊക്കെ നല്ലതാണ്. എല്ലാ പവർ വിൻഡോസ് വർക്കാണ്. ഇവിടെ ചെറിയൊരു സീറ്റിൻ്റെ ഒരു ചെറിയ കീറൽ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെയും വന്നിട്ടുണ്ട്. ഇതാണ് ഒരു ചെറിയൊരു ഫോൾട്ട് ഈ ഭാഗത്ത് പറയാനുള്ളത്. അത് സീറ്റ് അടിച്ചാൽ നമുക്ക് റെഡിയാക്കാൻ എടുക്കാവുന്നതാണ്. നോർമൽ ഒരു സീറ്റ് കവർ തന്നെയാണ് അവർ തയ്ച്ചിട്ടുള്ളത്. ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് വീഡിയോ, ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴുള്ള എന്താണോ ഫീൽ എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാനായിട്ട് പറ്റും. ഇനി റിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിലും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. റിയർ സീറ്റ് കവറിൽ വേറെ കീറലോ കാര്യങ്ങളൊന്നുമില്ല. റൂഫും അത്യാവശ്യം നല്ല ക്ലീനാണ്. ഇത് റൂഫ് എ സി വരുന്നൊരു മോഡലാട്ടോ. അപ്പോൾ 2.8 ആണ് വണ്ടിയുടെ CC വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 4 സിലിണ്ടർ നല്ല രസമാണ് കാണാൻ, ഡ്രൈവ് ചെയ്യാനായിട്ടും. ടയർ കണ്ടീഷനിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം 80% അടിപൊളി കട്ടയുള്ള ടയറാണ്. സ്കേർട്ടിംഗ് ഉണ്ട്. ഈ സ്കേർട്ടിങ് ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ചെയ്തിട്ടുണ്ട്, ഈ ഫുഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ ഗ്രില്ല് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓൾമോസ്റ്റ് 1 ലക്ഷം രൂപയോളം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് ഈ വണ്ടിയിൽ കയറ്റിയിട്ടുള്ളത്. നമ്പർ നല്ലതാണ്, 1889 KL8 രജിസ്ട്രേഷനിലേക്കാണ് ഈ വണ്ടി കൂടെ അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 3 ലിറ്റർ D 4 വീൽ ഡ്രൈവ് എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ 4 വീൽ ഡ്രൈവ് അല്ല, 3 ലിറ്റർ അല്ല, 2.8 ആണ് വണ്ടി വരുന്നത്. സൈഡ് ബോഡിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ബോഡി ലെവൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ബോഡി ലെവലാണ് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ വേറെ മേജർ ഇഷ്യൂസ് ഒന്നും വണ്ടിക്കില്ല. ഇനി ഇതൊരു ബ്ലാക്കാണ് അടിച്ചിട്ടുള്ളത്, ഗ്രില്ല് ബ്ലാക്ക് അടിച്ചിട്ടുള്ളത്. വണ്ടി കാണാനായിട്ട് ഭയങ്കര രസമാട്ടാ. ഇനി എന്താ നമ്മുടെ മെയിൻ കാര്യം, ഇതിൻ്റെ എൻജിൻ റൂം ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ബോണറ്റ് ഒന്ന് തുറന്നോട്ടെ. യെസ്, ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് നോക്കിയാലോ. എൻജിൻ റൂം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്? എന്താ എൻജിൻ റൂമിൻ്റെ ഒരു വെയിറ്റ്. ഇതിനൊരു ഹുക്കുണ്ട്. ഈ ലോക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ലോക്ക് ചെയ്തിടാം. സോ എൻജിൻ റൂം ഇതാണ് വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് അപ്പറോണിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ എക്സ്ട്രാ പേസ്റ്റിങ് കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ. ഈ ഭാഗത്ത് അപ്പറോണിലേക്ക് വരാണെന്നുണ്ടെങ്കിലും വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി ഒരു ആവറേജ് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ന്യൂ ബാറ്ററി ഒന്നുമല്ല, ഒരു ആവറേജ് ബാറ്ററി. കാരണം കുറച്ച് പഴക്കം, ഒരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ പഴക്കം ബാറ്ററി കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇനി എൻജിൻ്റെ പാർട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്സ് കാര്യങ്ങൾ ഒന്നും തന്നെ കാണില്ല കേട്ടോ. എൻജിനൊന്നും വേറെ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും എൻജിനിൽ കാണില്ല. ഈ സൈഡിലേക്ക് വരാണെന്നുണ്ടെങ്കിലും വേറെ മേജറായിട്ടുള്ള ഓയിൽ ലീക്സ് കാര്യങ്ങൾ, ഹെഡിൻ്റെ അവിടെ നിന്ന് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ബ്രേക്ക് ബൂസ്റ്ററൊക്കെ നല്ല ക്ലീൻ പീസായിട്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, ഈ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലീൻ പീസ് വണ്ടി വാങ്ങാൻ, അതായത് ഇവിടുത്തെ പേസ്റ്റിങ്ങും അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ആ ഒരു റബ്ബർ പേസ്റ്റിങ് ക്ലിയർ ആയിട്ട് കാണാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വേറെ തട്ടുമുട്ടൊന്നും കാര്യമായിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നെ ഞാൻ പറഞ്ഞത് മാത്രം നോക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾ ഇതെന്ത് ചെയ്യുക, ജസ്റ്റ് ചെക്ക് ചെയ്യിപ്പിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി നമുക്കിത് ലൊക്കേഷനിലേക്ക് വരാണെങ്കിൽ തൃശ്ശൂർ പുത്തൂർ അടുത്താണ് ഈ വണ്ടി ലൊക്കേഷൻ. ടൗണിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയിട്ടുള്ള ലൊക്കേഷനിലാണ് വണ്ടി ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയുടെ ഉള്ളിലാണ്. 14,90,000 പറയണത്. ഗൈസ്, അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഓഫ് റോഡാണ് കാണിക്കുക. അങ്ങനൊന്ന് കാണിച്ചേ. ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓഫ് റോഡിൽ കൂടെ കേട്ടോ വണ്ടി പോയിക്കൊണ്ടിരിക്കണേ. നല്ല അതായത് സസ്പെൻഷനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നങ്ങളും ഇല്ല. സ്റ്റിയറിംഗിലേക്ക് ഒരു അടിയില്ല, യാതൊരു ഇഷ്യൂ ഇല്ല കേട്ടോ. വണ്ടി നല്ല ക്ലീനായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫോർച്യൂണറുകൾ ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ഓടിച്ചു നോക്കലും
ഈ പറഞ്ഞ പോലെ ചെക്കിങ്ങിനൊക്കെ ഞാൻ കൂടെ നിന്നിട്ടതാ ഫോർച്യൂണറിൻ്റെ. ഈ കുറേ സുരേഷ് ഡ്രൈവ് പോലുള്ള ടീമുകളൊക്കെ വരുമല്ലോ വണ്ടി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യണവരുടെ കൂടെയൊക്കെ ഞാൻ നിന്ന് കാണുന്നതാണ്. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഭയങ്കര ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക്. അവർ ഫാമിലിയായിട്ട് യൂസ് ചെയ്യണം, അതിൻ്റെ എല്ലാ ഗുണങ്ങളും വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഞാനത് കാണിച്ചില്ല. സ്റ്റാർട്ടിങ് ഒറ്റയടിക്ക് വണ്ടി ഒരു 2 ക്രാങ്കിൽ വണ്ടി ഈസി ആയിട്ട് വണ്ടി സ്റ്റാർട്ട്. ഒറ്റ ക്രാങ്ക് 2 ക്രാങ്കിനുള്ളിൽ സാധനം സുഖമായിട്ട് സ്റ്റാർട്ട് ആവേണ്ട. AC ഇതേ നല്ല കൂളിംഗ് ഉള്ള AC ആണ്. പിന്നെ ഞാൻ ഇപ്പോൾ പോണ ലൊക്കേഷൻ അടിപൊളിയാട്ടാ. പുത്തൂര് ഭാഗത്തുള്ളൊരു ലൊക്കേഷൻ, നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. എൻജിൻ സൗണ്ടൊക്കെ പക്കയാണ് വണ്ടിയുടെ. എല്ലാം മൊത്തത്തിൽ ഡ്രൈവിങ് കംഫർട്ടബിൾ ആണ്. ഇനിയിപ്പോൾ ഈ ഒരു കയറ്റം നമ്മൾ കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റോഡ് കിട്ടും. അവിടെ നിന്ന് നമുക്ക് കാല് കൊടുത്ത് നോക്കിയോ കേട്ടോ. അപ്പോൾ ഓഫ് റോഡ് നിന്ന് കാണിച്ചു കൊടുത്തേ ഉണ്ടാ. നല്ല കയറ്റത്തേക്കാണ് വണ്ടി പോണേ. നല്ല സുഖമായിട്ട് പോവാള്, സുഖമായിട്ട് കയറും. സംഭവം ഇത് 4 വീൽ ഡ്രൈവ് അല്ല, 2 വീൽ ഡ്രൈവ് ആണ്. പക്ഷെ ആള് നല്ല D4 ഇട്ട് കഴിഞ്ഞാൽ പുഷ്പം പോലെ കയറി ഇങ്ങോട്ട് പോരും കേട്ടാ. നല്ല കൊടും കയറ്റം തന്നെയാണ് വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടാ വണ്ടി, രക്ഷയില്ല. ഇനിയിപ്പോൾ ഞാൻ ഒന്ന് കാല് കൊടുത്ത് കാണിച്ചു തരാം. ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല സ്മൂത്താട്ടാ, പക്ക സ്മൂത്താണ്, രക്ഷയില്ല വണ്ടി. ഇതേ അത്യാവശ്യം നല്ല കാലം കൊടുത്തിട്ടാണ് ഞാൻ പോണറ്റാ. കയറ്റൊക്കെ നല്ല വലിച്ചു കയറിയിട്ടാ പോണേ. എഞ്ചിനൊക്കെ നല്ല പുള്ളിങ് ഉണ്ട് എഞ്ചിന്. വേറെ ഓയില് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണ വണ്ടി അല്ലേ. നല്ല സുഖം വണ്ടി ഓടിക്കാൻ, ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, എത്രയും വേഗം എന്നെ കോൺടാക്ട് ചെയ്യുക. വണ്ടി കാണിച്ചു തരാം, വണ്ടി മേടിക്കുക, ഡ്രീം എല്ലാവരും സാക്ഷാത്കരിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് ചെറിയ നെഗോഷ്യബിൾ. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു ഫോർച്യൂണർ 2015 മോഡൽ നമ്മൾ സെയിൽ ചെയ്തത് എനിക്ക് തോന്നുന്നത് 14.5 അങ്ങോട്ടാണ് സെയിൽ ചെയ്തത് ലാസ്റ്റ്. അപ്പോൾ ഇത് 1490 പറയാനുള്ളൂ. 2015 തന്നെയാണ് ഈ വണ്ടി. 15-16 രജിസ്ട്രേഷൻ ആണെന്ന് മാത്രം. പക്ഷേ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അപ്പോൾ റേറ്റൊക്കെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് എത്രയും വേഗം വാട്സാപ്പ് ചെയ്യുക. അടുത്തൊരു പ്രീമിയം വണ്ടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.